എല്ലാവർക്കും അവന്തിയോട് തീർക്കാൻ ഓരോ കണക്കുകളുണ്ട്. നാളെ മറ്റന്നാളോ നമുക്ക് കേസ് ഫയൽ ചെയ്യണം. അഡ്വക്കേറ്റ് ഓഫീസിൽ നിങ്ങൾ ചെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അവര് നോക്കിക്കോളൂ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചിട്ട കാര്യം സച്ചിയോട് പറഞ്ഞാലോ? സച്ചേട്ടനെ സമാധാനിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഇപ്പോ ആരതിക്ക് മാത്രമേ കഴിയൂ. ആരതി, കുറച്ച് നാളുകൂടി എനിക്ക് ആൾമാറാട്ടം തുടർന്നേ പറ്റൂ. ഗൂഗിളിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതുവരെ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. വേണ്ട, ഇക്കാര്യം ഇപ്പൊ സച്ചിയോട് പറഞ്ഞ സച്ചി ഭ്രാന്തിനെ പോലെ അങ്ങോട്ട് പാഞ്ഞു ചെല്ലും. അതെല്ലാവരെയും ബാധിക്കും. എന്തായാലും കുറച്ചുകൂടെ കാത്തിരുന്നേ പറ്റൂ. വക്കീലും കൂടി എന്നെ അവഗണിച്ച ഞാൻ തകർന്നു പോകും കേട്ടോ. അതിനാരവഗണിച്ചോ? അതൊക്കെ സച്ചിയുടെ വെറും തോന്നല. 2 ദിവസമായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഞാൻ കാണാത്ത എന്ത് തിരക്കാ വക്കീലെ ഈ 2 ദിവസമായിട്ട്? അത് സച്ചിക്ക് അറിയാഞ്ഞിട്ടാ. പുതിയ ചില കേസുകളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ തലവേദനയായിരുന്നു. എത്ര തിരക്കാണെങ്കിലും വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുത്തൂടെ? ഇത്തിരി തിരക്കാണ്, പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ മതിയല്ലോ. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. അപ്പോ സച്ചിയുടെ മനസ്സിൽ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് കാര്യം? ഇനി അതൊക്കെ വെറും പാഴ്മോഹങ്ങളാ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി കഴിഞ്ഞു. അധികം താമസിയാതെ അവരൊരുമിച്ച് ചേരുകയും ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ ആരാ? വേണ്ട, ആരുടെയും ജീവിതത്തിന് ഒരു ശല്യം ആവാതെ ഒഴിഞ്ഞു മാറിയേക്കാം. പക്ഷെ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സച്ചി എൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര. ആ കുട്ടി വന്നില്ലല്ലോ. വരും, പറഞ്ഞ സമയം ആവുന്നല്ലേ ഉള്ളൂ. ആ ദേ ആളെത്തി. ഇരിക്കെ. എന്താ എന്നെ കാണുമെന്ന് പറഞ്ഞേ? നമ്മൾ അടുത്ത സ്റ്റെപ്പ് മൂവ് ചെയ്യാൻ സമയമായി. എന്തായാലും കാഞ്ചന ഓഫീസിൽ കയറി കൂടിയല്ലോ. അവന്തിക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? സംശയം കാണാതിരിക്കില്ലല്ലോ. അവരുടെ കണ്ണുകൾ എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാ. അല്ല, എന്താ ഇനി നമ്മുടെ പ്ലാൻ? നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ ഉപയോഗിച്ച് അവന്തിക എവിടെയൊക്കെ പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ടുണ്ടെന്നും എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നും കണ്ടുപിടിക്കണം. ആ ഡോക്യുമെന്റ്സിന്റെ എല്ലാ കോപ്പികളും നമുക്ക് വേണം. അതൊക്കെ അവരുടെ ഡിജി ലോക്കറിലായിരിക്കില്ലേ അവർ സൂക്ഷിച്ചിരിക്കുന്നേ? നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ട പഴയ ഡോക്യുമെന്റ്സ് അതൊക്കെ ആ ഓഫീസിൽ തന്നെ ഉണ്ടാവും. അതും കണ്ടുപിടിക്കണം. അവരുടെ പേഴ്സണൽ ലാപ്ടോപ്പിലായിരിക്കും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവുക. അതിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കണം. സാരമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, ഇനി കേസിന്റെ കാര്യം നമ്മൾ എങ്ങനെയാ മൂവ് ചെയ്യുന്നേ? പുനരന്വേഷണത്തിന് ഉടൻ കേസ് ഫയൽ ചെയ്യണം. അല്ല, ഞങ്ങളാണോ അത് ചെയ്യണ്ടേ? ഒരിക്കലുമല്ല. അവന്തികയുടെ ഒപ്പം താമസിച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്ത ആ നിമിഷം അവന്തിക നിങ്ങളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. ഈ കേസുമായോ നിങ്ങളുമായോ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാവണം. അങ്ങനെയാവണം കേസ് കൊടുക്കാൻ. അല്ല, ആരാ ഇപ്പൊ അങ്ങനെ ഒരാൾ? അങ്ങനെ ഒരാളെ രാജീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സുഗതൻ മേനോൻ. ആ വരുന്നതാണ് ഞാൻ പറഞ്ഞ സുഗതൻ മേനോൻ. ഹലോ.
നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ രാജീവ്. മനസ്സിലായി, സി രാജീവ്. അതെ, ഇത് സമൃദ്ധ. ഇതാണ് മരിച്ചുപോയ അനിരുദ്ധന്റെ മകൾ കാഞ്ചന. അങ്ങനെയല്ലേ മോളുടെ പേര്? അല്ല, എൻ്റെ പേരെങ്ങനെ അറിയാം? അനിരുദ്ധൻ നിങ്ങളെക്കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കേസുമായി വെറുതെ ആരെങ്കിലും വന്നാ പോരാ, അനിരുദ്ധനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാവണം എന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് അനിരുദ്ധന്റെ സുഹൃത്തുക്കളെ കുറിച്ച് അന്വേഷിച്ചത്. ആ അന്വേഷണം ചെന്നെത്തിയത് നിങ്ങളായിരുന്നു. അനിരുദ്ധനോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. എന്റെ ബിസിനസ് എല്ലാം തുടങ്ങിയത് ഒരു തിയേറ്ററിൽ നിന്നാ. ആ തിയേറ്റർ വാങ്ങാൻ അന്ന് എന്നെ സഹായിച്ചത് മോളുടെ അച്ഛൻ അനിരുദ്ധനാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സി മിസ്റ്റർ മേനോൻ, അനിരുദ്ധന്റെ മരണം ക്ലീനായ ഒരു കൊലപാതകമാണ്. അവന്തിക തന്നെയാണ് ചെയ്യുന്നുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ആ കേസില് നിങ്ങളാണ് വാദി. മനസ്സിലായി സാർ. അനിരുദ്ധന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവളെനിക്ക് മകളെ പോലെയാണ്. സത്യത്തിൽ ഇവർ എവിടെയായിരുന്നു എന്ന് ഇത്രയും കാലം എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും അമ്മയും ഇതുവരെ ഒരു വാടക വീട്ടിലായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ഇവര് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവർ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സത്യങ്ങൾ ഞങ്ങൾ അറിയുന്നത്. മോള് വിഷമിക്കണ്ട, ഇനി നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. അവന്തിക എന്ന പൊതുശല്യത്തെ വേരോടെ പിഴുതെറിയാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം. ഇന്നു മുതൽ അവരുടെ കൗണ്ട് ഡൗൺ തുടയും കഴിഞ്ഞു. എൻ്റെ അച്ഛനെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല. എല്ലാവർക്കും അവന്തിയോട് തീർക്കാൻ ഓരോ കണക്കുകളുണ്ട്. നാളെ മറ്റന്നാളോ നമുക്ക് കേസ് ഫയൽ ചെയ്യണം. അഡ്വക്കേറ്റ് ഓഫീസിൽ നിങ്ങൾ ചെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അവരെ നോക്കിക്കോളൂ. ഗൂഗിളെ വിളിക്കുന്നു. സാറല്ലേ എടുക്ക്. ഹലോ ഗൂഗിൾ. ഹലോ സമൃദ്ധ, താനെവിടെയാ? എന്താ ഗൂഗിൾ? എടോ, ഇന്ന് സ്കൂൾ ബസ്സില്ല. കോടതിയിൽ കേസ് കഴിഞ്ഞിട്ടില്ല. മോളെ വിളിക്കാൻ താനൊന്ന് പോവോ? വണ്ടിയും ഡ്രൈവറെയും വീട്ടിലേക്ക് അയക്കാം. അത് വേണ്ട ഗൂഗിൾ, ഞാനൊരു ഓട്ടോയിൽ പോയി മോളെ വിളിച്ചോളാം. എടോ, തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? മോളെ വിളിക്കാനല്ലേ. ഞാൻ പോയിക്കോളാം. ശരി. ഓ ശരി.